Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil falan tajida lahu waliyyan murshida. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അള്ളാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഹ്റവിയായ ലോകത്തേറെ നന്മകൾ പ്രദാനം ചെയ്യുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുവാനും ഏറ്റവും കൂടുതൽ ആനന്ദിക്കുവാനും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബജീവിതമാണ് ഈ ദുനിയാവിലെ ഏറ്റവും നമ്മൾ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഇടം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നടക്കുന്ന ചില താളപ്പൊരുത്തങ്ങൾ, അവിടെ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, വിവാഹിതരായി 1-2 മാസം കൂടെ കഴിഞ്ഞു, പിന്നീട് പരസ്പരം ഒത്തുപോകാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ ഒത്തുപോകുന്നുവെങ്കിൽ തന്നെയും അതൊരു പാരസ്പര്യത്തോടു കൂടിയോ അല്ലെങ്കിൽ പരസ്പരം ഒരു ഇണങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു പരസ്പരമുള്ളൊരു സന്തോഷത്തോടു കൂടിയോ ഉള്ള ജീവിതമല്ല. അതങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല കുടുംബജീവിതത്തിന് എന്തൊരു ലക്ഷ്യമാണോ നമ്മളോട് നിർണയിച്ചു തന്നിട്ടുള്ളത്, അത് ആസ്വദിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഭൂരിഭാഗം കുടുംബജീവിതത്തിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അള്ളാഹു വിവാഹത്തിന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് അവന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ തന്നത്? നിങ്ങൾക്ക് ലിതസ്കുനു ഇലൈഹ, അതിൽ നിങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതം കണ്ടെത്താൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ കുടുംബം ഉണ്ടാക്കിയിട്ടുള്ളത്, ആ വ്യവസ്ഥ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ദുനിയാവിൽ നമ്മൾ സമാധാനത്തോടു കൂടി ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ആ ഒരു തരത്തിലുള്ള സമാധാനപൂർണമായ ജീവിതം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഖുർആൻ അങ്ങനെ ലക്ഷ്യം പറയുക മാത്രമല്ല, കല്യാണം എന്ന് പറഞ്ഞാൽ, നിക്കാഹ് എന്ന് പറഞ്ഞാൽ
വിവാഹ ജീവിതം, കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത് സമാധാനം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് നിർത്തുക മാത്രമല്ല, അത് പൂർണ്ണമായും നമുക്ക് കിട്ടാനുള്ള വഴികൾ കൂടി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വിവാഹിതരായ ആളുകളുണ്ട്, അതേപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ആളുകളുണ്ട്. എന്തായിരുന്നാലും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യം, ഇസ്ലാം കല്യാണത്തിന്റെ, വിവാഹത്തിന്റെ, കുടുംബജീവിതത്തിന്റെ അടിത്തറയായി വെച്ചിട്ടുള്ളത് ദീനീ ബോധമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിക്കാഹ് നാട്ടിൽ നടക്കാറുണ്ട്. തുൻകഹുൽ മർഅതു ലിഅർബ, 4 കാര്യങ്ങൾക്ക് വേണ്ടി കല്യാണം നടക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എന്താണ്? പ്രവാചകൻ തന്നെ എണ്ണി പറഞ്ഞു. ലിമാലിഹ, അവളുടെ മുതല് നോക്കിയിട്ട്, വലി ഹസബിഹ, അവളുടെ തറവാട് നോക്കിയിട്ട്, വലി ജമാലിഹ, അവളുടെ ഭംഗി നോക്കിയിട്ട്, വലി ദീനിഹ, അവളുടെ ദീന് നോക്കിയിട്ടും കല്യാണം നടക്കാറുണ്ട്. പ്രവാചകൻ 4 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. എന്നിട്ട് അതിന്റെ അവസാനമായിട്ട് പറഞ്ഞു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ ദീനീ ബോധമുള്ളവളെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആശയമാണ് അതിൽ പങ്കുവെച്ചത്. ഒന്നെന്താണ്? തറവാട് നശിച്ചു പോകും, സമ്പത്ത് നശിച്ചു പോകും, സൗന്ദര്യം നശിച്ചു പോകും. പക്ഷേ ഒരു ദീനീ ബോധം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള ഒരു സമ്പാദ്യമാണ്. അതാണ് കല്യാണത്തിലെ പ്രഥമമായി പരിഗണിക്കേണ്ടത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒട്ടനവധി വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ സൗഭാഗ്യം എണ്ണിയപ്പോ 3 കാര്യങ്ങളായി എണ്ണിയത്. ഒന്ന് പറഞ്ഞത് കൽബുൻ ഷാക്കിറുൻ, നന്ദിയുള്ളൊരു മനസ്സ്. അൽഹംദുലില്ലാഹ്, എന്താ സുഖാണോ? അൽഹംദുലില്ലാഹ്, റാഹത്താണ്. ഇത് പറയാനുള്ള ഒരു മനസ്സ്, അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്നാണ് പറഞ്ഞത്. എന്താ? ഒരു സുഖമില്ല, ആകെ അവിടെ ഡോക്ടറെ അടുത്ത് പോയി, അത് പ്രശ്നമായി. അല്ലെങ്കിൽ അവിടെ പിന്നെ മകൻ കുറച്ച് പോയി പൈസ ഇട്ടു, അത് പോയി. അതേപോലെ തന്നെ മകള് ഇതാപ്പ 2 ദിവസമായി വീട്ടിലുണ്ട്, അത് പ്രശ്നത്തിലാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള ഓരോന്ന് എടുത്ത് പരിശോധിച്ചാൽ അനുഭവിക്കുന്ന വിഷമങ്ങളുടെ എത്രയോ 10 മടങ്ങ് അനുഗ്രഹത്തിലൂടെയാണ് ഓരോ സെക്കൻഡും നമ്മൾ കടന്നു പോകുന്നത്. നന്ദിയുള്ള മനസ്സ്, ഖൽബുൻ ഷാക്കിറുൻ, ഇതൊരു മനുഷ്യന്റെ സൗഭാഗ്യമായിട്ട് പഠിപ്പിച്ചു. രണ്ടാമത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിന് വിക്ർ ചെയ്യുന്ന ഒരു നാവ്. അള്ളാഹുവിന് വിക്ർ ചെല്ലുന്ന ഒരു നാവ്. നമുക്ക് ബിസ്മില്ല ചൊല്ലാൻ അറിയാം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ അറിയാത്ത ആളുകളുണ്ടോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ല ചൊല്ലാൻ അറിയാത്ത ആളുകളുണ്ടോ? തുമ്മിയാൽ അൽഹംദുലില്ല പറയണം. അതേപോലെ തന്നെ അത് കേട്ടാൽ യർഹമുക്കല്ല പറയണം. പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്നെങ്കിലും പറയാൻ അറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. പക്ഷെ ആ സമയത്ത് അത് ഓർമ്മ വരിക എന്നുള്ളതാണ്. വുളൂഇന്റെ എല്ലാ അവയവങ്ങളും കഴുകിയതിനു ശേഷം അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീൻ എന്ന് അവസാനിക്കുന്ന പ്രാർത്ഥന, അത് നമുക്കൊക്കെ ഹൃദിസ്ഥമാക്കിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ എത്ര പേർ അത് കൃത്യമായി ചൊല്ലുന്നു? അത് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു ഭവനം എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ സ്ഥിരമായി ദിക്റുകൾ ഓർത്തു വെക്കുന്ന ഒരു നാവ് ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. മൂന്നാമത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസൗജത്തുൻ സാലിഹത്തുൻ തുഈനുക അലാ അംരി ദുനിയാ, നിന്റെ ദുനിയാവിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ ആഖിറത്തിന്റെ ദീനിന്റെ കാര്യത്തിലും നിനക്ക് സഹായിയായി വർത്തിക്കുന്ന ഇണ. നിങ്ങൾ ആലോചിച്ചു, എന്താന്നൊരു ക്ഷീണം, പള്ളിയിലേക്ക് പോകുന്നില്ലേ, ബാങ്ക് കൊടുത്തല്ലോ, വെള്ളം ചൂടാക്കി തരണോ, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ എന്താ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുന്നത്? നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. നമ്മൾ അടിക്കടി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇണയുണ്ടായിരിക്കുക. നേരെ തിരിച്ചും അങ്ങനെ തന്നെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താണ്? അവള് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റു, എന്നിട്ട് അവള് നമസ്കരിച്ചു. കൂടെയുള്ള ഭർത്താവിനെ അവള് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൻ വീണ്ടും കിടക്കുന്നു. അപ്പോൾ അല്പം വെള്ളം കുടഞ്ഞിട്ട് അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു പെണ്ണിന് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പ്രവാചകന്റെ ഹദീസിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതൊരു അടിസ്ഥാനമാണെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ നമ്മൾ പള്ളിയിലേക്ക് വന്നു, വാഹനം ഓടിച്ചു വന്ന ആളുകൾ കൂട്ടത്തിലുണ്ടാകാം. നമ്മുടെ വാഹനത്തിൽ ഒരൽപ്പം നമ്മൾ ശ്രദ്ധ വെച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ,
നമ്മൾ വിവാഹത്തിന് ശേഷവും അള്ളാഹുവിന്റെ ദീന് കേൾപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടി? പള്ളിയിലേക്ക് വരുമ്പോ നീ റെഡി ആയിക്കോ, ഞാനിതാ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാറായി, 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും, നമുക്ക് ഒന്നിച്ചിന്നൊരു ഖുതുബ കേൾക്കാൻ പോകാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുനിയാവിൽ വേറെ എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ കഫൻ തുടിയോട് കൂടി ഈ ലോകത്തുള്ള നമ്മുടെ ബന്ധം മറ്റു ആരാ നമ്മൾ ഓർക്കുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വിലപിടിച്ചതൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നു, സമ്പാദ്യമാണ് വലുത് എന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് സമ്പാദ്യമാണ് ഖബറിലേക്ക് നമ്മളെ തേടി വരിക? ഇതാണ് ഉണ്ടാകുക. ഒന്നു എടുക്കുമ്പോ മോനെ ഞാൻ ഒന്നു എടുക്കുന്നത് പോലെ നീ നോക്ക്. അപ്പൊ അവന്റെ മനസ്സിൽ ഓതു എടുക്കുമ്പോ ഉപ്പയുടെ മുഖം ഓർമ്മ വരുന്നു. ഉമ്മ ഓതുമ്പോ, ഖുർആൻ ഓതുമ്പോ മോനെ ഇവിടെ അടുത്തിരിക്ക്, എന്റെ കൂടെ കൈവെക്ക് മുസാഫിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് കാലഘട്ടത്തിലും ഉമ്മയെ കുറിച്ചുള്ള നനുനനുത്ത കണ്ണീര് കുതിർന്ന ഓർമ്മ. ഇതല്ലാതെ പ്രിയപ്പെട്ടവരെ എന്തു സമ്മാനമാണ് നമ്മുടെ മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും കൊടുക്കാനുള്ളത്? വേറെ എന്തെങ്കിലും ഒരു അവശിഷ്ടം നമ്മൾ ഇവിടെ ബാക്കി വെച്ച് പോകുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം ദീൻ ഉണ്ടാക്കണം നമ്മുടെ കുടുംബത്തിന്. ആ കുടുംബത്തിലാണ് ആനന്ദം ഉണ്ടാവുക. നമ്മൾ ദീനെ ശ്രവിക്കുന്നു, പക്ഷെ ചിലപ്പോൾ നമുക്കത് ക്ലിക്കായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ ഒരു ഖുതുബയിൽ കേട്ട ഒരു വാക്കായിരിക്കും, ആ പ്രസംഗത്തിൽ കേട്ട ഒരു വരിയായിരിക്കും, ആ ഉമ്മ കേട്ടാൽ ആ ഉമ്മയിൽ നിന്ന് മക്കൾക്ക് പകർന്നു കിട്ടും, മാതാപിതാക്കൾക്ക് പകർന്നു കിട്ടും, നമ്മുടെ സഹോദരിമാർക്ക് പകർന്നു കിട്ടും. നമ്മൾ കേട്ടാൽ അത് നമ്മുടെ മനസ്സിൽ മാത്രം പരിമിതപ്പെടും. ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദീനീ ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്ക് ആവർത്തിച്ചു പറയാനുള്ളത്, അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ഹലാലാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരിക എന്നുള്ളത്. എന്തിനാണത് പ്രിയപ്പെട്ടവരെ? അവർക്ക് എല്ലാ സമയത്തും അതിനുള്ള അവസരമില്ല. ഉള്ള അവസരങ്ങളിൽ അവരെ ദീന് കേൾപ്പിക്കാൻ, അവരെ ദീനീ ബോധമുള്ളവരാക്കി വളർത്താൻ നമ്മൾ പരിശ്രമിക്കണം. എത്രയെത്ര താടിരോമങ്ങളുള്ള ഉപ്പയുടെ മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന വാർത്തകൾ, അവരുടെ മകളെ കുറിച്ച് മകനെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ, ഉപ്പ എല്ലാ ദീനീ സദസ്സിലുമുണ്ട്, പക്ഷെ അവിടെയൊന്നും മക്കളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട് കത്തുന്നു, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ഉദാഹരണം പറയും, നമ്മൾ അർദ്ധരാത്രിയിലാണ് നമ്മൾ മാത്രമാണ് അറിഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അലമാരയിൽ നിന്ന് പണവും നമ്മുടെ സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഒരു പെട്ടിയിലാക്കി മെല്ലെ ആരും കാണാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ്. വീട് ഒരു നിമിഷം കൊണ്ട് അത് കത്തിച്ചാമ്പലായി പോകാം. ഏതാനും നിമിഷം മാത്രം മതി. അവിടെ നമ്മുടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്. ഞാൻ എന്റെ തടി മാത്രം സലാമത്താക്കി രക്ഷപ്പെടുന്നു. നിങ്ങൾ എന്താ മനുഷ്യനെ കുറിച്ച് പറയാ? യാ അയ്യുഹല്ലദീന ആമനൂ, ഗൗരവമായിട്ട് നമ്മുടെ മനസ്സിൽ കോറി വെക്കുക. വിശ്വാസികളെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത്? നിങ്ങളുടെ നരകത്തെ കുറിച്ച്. ആ നരകത്തിൽ ആരാ കത്തിക്കപ്പെടുന്നത്? വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യന്മാരും കല്ലുകളുമാണ്. നമ്മൾ സുബഹിയിൽ പള്ളിയിലേക്ക് വരുമ്പോ നമ്മുടെ മകളെ നമ്മൾ പുതപ്പിച്ചു കൊടുക്കണം. എന്തിനാ പുതപ്പിച്ചു കൊടുക്കുന്നത്? നീ നരകത്തിലേക്ക് പോയിക്കോ എന്ന് നമ്മൾ പറയാതെ നമ്മൾ ചെയ്തു പോവുകയാണ്. പാടുണ്ടോ? നമ്മൾ എവിടൊക്കെ ദീനിലുണ്ടോ അവിടെയൊക്കെ നമ്മൾ വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കുടുംബനാഥന്മാർക്കും നാഥകൾക്കും ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ സംബന്ധിച്ചും കുടുംബത്തിന്റെ അടിത്തറ അവരാണല്ലോ. ഭർത്താവിനെ സംബന്ധിച്ചും ഭാര്യയെ സംബന്ധിച്ചും ഇസ്ലാം കൃത്യമായിട്ടുള്ള ചില ബാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നത് ഭർത്താക്കന്മാരെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന, നമ്മുടെ മുഷിഞ്ഞത് കഴുകുന്ന, നമുക്ക് പാചകം ചെയ്തു തരുന്ന, അതൊരു വീട്ടിലൊക്കെ എന്തൊക്കെ സംവിധാനങ്ങളാണ്. ഒരാൾ കഴിക്കുന്നത് മറ്റൊരാൾക്ക് പറ്റില്ല, ഒരാൾ കഴിക്കുന്നത് മറ്റൊരാൾക്ക് പറ്റില്ല. അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ സമയത്തിനാണ് ഭക്ഷണം. ഇതൊന്നും ഒരു പ്രയാസവുമില്ലാതെ, ഒരു പരിഭവവും ഒരാളോട് പറയാതെ, ഒരു മെഷീൻ കണക്ക് പണിയെടുക്കുന്നവർ വേറെ ആരാ ഉണ്ടാവുക? ഒരു കൂലി കൊടുത്താൽ അങ്ങനെ കിട്ടുമോ? അയാളും പരിഭവം പറയില്ലേ? സമയമായി, പണി മാറ്റാനുള്ള സമയമായി, എന്താ നീ വൈകിയത്? സാധാരണ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പണിക്ക് വരാറുള്ളത്, അല്ലേ? നമ്മളൊരു കൂലിക്ക് ഒരാളെ വിളിക്കുമ്പോൾ എന്തെല്ലാം നിബന്ധനകൾ കേൾക്കണം. പക്ഷെ നമ്മുടെ ഭാര്യ നമ്മളോട് എപ്പോഴെങ്കിലും ആ തരത്തിലുള്ള ഒരു പരിഭവം പറഞ്ഞിട്ടുണ്ടോ? അവൾക്ക് അതൊരു ആനന്ദമാണ്. ഭർത്താവിന് ഒരുക്കി കൊടുക്കുക, അവർക്ക് അലക്കി കൊടുക്കുക, അവർക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കുക, അവർക്ക് ഹിദമത്ത് ചെയ്യുക, മക്കളുടെ കാര്യം നോക്കുക, അവരുടെ കാര്യത്തിൽ വേവലാതി കൊള്ളുക, അത് അവരുടെ ഒരു ആനന്ദമാണ്, ഒരു സന്തോഷമാണ്. നമ്മളില്ലാത്തൊരു ലോകം അവർക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത് പറയാനുള്ളത്, അവരെ പരിഗണിക്കണം. സംസാരത്തിലും പെരുമാറ്റത്തിലും അവരെ നമ്മൾ ബഹുമാനിച്ചേ മതിയാകും. ഒരറപ്പും വെറുപ്പും കൂടാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും
കൃത്യമായി ശ്രദ്ധിക്കുന്ന ആളാണത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് ജീവിതം, ഒരത്ഭുതമാണ് ജീവിതം. സ്വന്തം ഭാര്യയുടെ മുഖഭാവത്തിൽ നിന്ന് എന്താണ് അവരുടെ വിഷമം എന്നുള്ളത്, എന്താണ് അവരുടെ പ്രകൃതം എന്നുള്ളത് കൃത്യമായി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയോട് പറയാണ്, ഇന്നീ ലഅലമു ഇദാ കുൻതി അന്നി റാദിയ. ആയിഷ, നിനക്ക് എന്നോട് സംതൃപ്തി ഉണ്ടാകുന്ന അവസ്ഥകൾ എനിക്കറിയാം, നിനക്ക് എന്നോട് വിഷമം ഉണ്ടാകുന്ന, അതൃപ്തി ഉണ്ടാക്കുന്ന സന്ദർഭം എനിക്കറിയാം. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മളോട് ചോദിക്കുക, എന്റെ ഭാര്യയുടെ കണ്ണ് കാണുമ്പോ, മുഖം കാണുമ്പോ അത് എന്തിന്റെ പുറപ്പാടാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഭാവം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അത് മഹൽ ചോദിക്കണം, അത്ഭുതത്തോടു കൂടി ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണത്? വളരെ അത്ഭുതമാണ് അല്ലേ? ഒരു മിമ്പറിലെ ഹത്തീബാണ്, ഒരു മിഹ്റാബിൽ ഇമാമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കൊച്ചു കൊച്ചു സംഘങ്ങളായി ദീന് പഠിക്കാൻ വരുന്ന ഒരു വലിയൊരു നേതാവാണ്, അഷ്റഫുൽ ഖൽഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തിരക്ക് കാണിച്ചോ? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് മുഖഭാവം വായിച്ചെടുത്തിട്ട്, ആയിഷ, നിനക്ക് എന്നോട് തൃപ്തി ഉണ്ടാക്കുന്ന സമയം, നിനക്ക് എന്നോട് അതൃപ്തി ഉണ്ടാക്കുന്ന സന്ദർഭം എനിക്കറിയാം. അപ്പൊ ആയിഷമ്മക്ക് ഒരു കൗതുകം, എങ്ങനെയാണ് പ്രവാചകരെ? അത്ഭുതമാണ്. എങ്ങനെയാണ് പ്രവാചകരെ? ആയിഷ ഉമ്മയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ കുൻതി റാദിയതൻ, നീ എന്നെ കുറിച്ച് നല്ല തൃപ്തിയിലാണ്, നിനക്ക് എന്നെ കുറിച്ച് നല്ല സന്തോഷമുള്ള സമയത്താണെങ്കിൽ നീ പറയും, ലാ വറബ്ബി മുഹമ്മദ്, നിന്റെ വർത്തമാനത്തിൽ ധാരാളമായി കേൾക്കും ലാ വറബ്ബി മുഹമ്മദ്. നമുക്ക് അർത്ഥം അറിയാലോ, മുഹമ്മദിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ധാരാളമായിട്ട് വരും. എന്നാൽ നിനക്ക് എന്നോട് അതൃപ്തി ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ നീ എന്താ പറയുക? ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നാണ് പറയുക. നിങ്ങൾ ആലോചിച്ചു, ഉടനെ ആയിഷ പ്രവാചകന്റെ കൈ കൂട്ടിപ്പിടിച്ച് അതിന്റെ ബാക്കി ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, കരഞ്ഞു. ഇതാണൊരു ഭർത്താവ്, ഇതാണൊരു ഭർത്താവ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ബെഡ്റൂമിൽ ഒരു നല്ലൊരു കേൾവിക്കാരനാവണം. അവൾക്ക് അത്രയേ വേണ്ടു. അവൾ ചെയ്തതും അല്ലെങ്കിൽ അവൾക്ക് ഇല്ലാത്ത കുറവുകളും ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. എന്റെ ഭർത്താവ് വരുമ്പോ അല്ലെ, ചില സാധുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, അവർക്ക് മൊബൈൽ മാത്രമാണ്. ചിലപ്പോ ചില ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, എന്നാൽ നിങ്ങൾക്ക് മൊബൈലിനെ കല്യാണം കഴിച്ചുകൂടെ? അതുപോലെ അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. 1 മണിക്കൂറാണെങ്കിൽ നമ്മൾ അങ്ങനെ നിശ്ചയിക്കും, ബെഡ്റൂമിൽ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അന്ന് എല്ലാം ഒഴിവാക്കി അവളുടെ ഒരു നല്ലൊരു കേൾവിക്കാരൻ. എന്താ ഷർത്ത്? ദീനല്ലാത്ത ഒന്നും പറയരുത്, ഒരാളെ കുറിച്ച് കളിയാക്കാൻ പാടില്ല, മാതാപിതാക്കളെ കുറിച്ച് പരിഹസിച്ച് പറയാൻ പാടില്ല, സഹോദരിമാരെ കുറിച്ച് ഇല്ലാത്തത് പറയാൻ പാടില്ല. ഇത് മാത്രമേ ഷർത്തുള്ളൂ. നല്ലൊരു കേൾവിക്കാരനായിട്ട് മാറി. എന്തായിരിക്കും ആ ജീവിതത്തിലെ ആനന്ദം എന്നറിയോ? ഭാര്യയ്ക്ക് വേണ്ടി ബെഡ്റൂം കൊണ്ട് മാറ്റി വെച്ചു കൊടുക്കുക, അവള് പറയട്ടെ. നമുക്കതിൽ ചില എഡിറ്റിങ്ങുകൾ മാത്രമേ വരുത്താനുണ്ടാവൂ. ഈ രൂപത്തിൽ നമുക്ക് പെരുമാറാൻ കഴിയണം. ഇതാണ് രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, സത്യവിശ്വാസികളെ, ഒരിക്കലും നമ്മുടെ ഭാര്യയെ നമ്മൾ ചതിക്കരുത്. ചതിക്കരുത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നു, കേൾക്കാൻ പാടില്ലാത്തത് നമ്മൾ ഒരിക്കലും കേട്ടുകൂടാ എന്ന് അയാളെ കുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവൂ എന്ന് അത്ഭുതപ്പെടുമാറ് ചില വാർത്തകൾ കേൾക്കുന്നു. നമ്മളുടെ എല്ലാ സ്വകാര്യതകളും നമ്മുടെ ഭാര്യയ്ക്ക് അറിയണം. അതിന് സഹായകമാകുന്ന ഒരൊറ്റ കാര്യം സൂചിപ്പിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണ് അതെന്റെ ഭാര്യയാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ലോകത്തിലെ ഏറ്റവും സുന്ദരി ആരാണ്? അതെന്റെ ഭാര്യയാണ്. ഏറ്റവും ഗുണമുള്ള പെണ്ണേതാണ്? എല്ലാ ഹൈറുകളും സമ്മേളിച്ച് അതെന്റെ ഭാര്യയാണ്. നമ്മൾ തെറ്റിപ്പോകാതിരിക്കാനുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം, നമ്മുടെ ഭാര്യയെ നമ്മൾ ചതിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരെ നമ്മൾ സഹായിക്കണം. അവരുടെ വീട്ടുജോലികളിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസുകളിൽ കാണാം, പ്രവാചകൻ പാല് കറക്കും, ചെരുപ്പ് തുന്നും, വസ്ത്രം കഴുകും. നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ എന്തൊരു സന്തോഷം. നമ്മൾ ചെയ്യാൻ തന്നെ സമ്മതിക്കില്ല. നമ്മളിനി ചെയ്യാൻ മുതിർന്നാൽ പോലും ഭാര്യമാർ സമ്മതിക്കൂല. പക്ഷേ നമ്മൾ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കണം. ഇത് ഭർത്താക്കന്മാരുടെ കടമകളെ കുറിച്ച് പറയും. പണ്ഡിതന്മാർ കിതാബുകൾ രചിച്ചിട്ടുണ്ട്, വലിയ വലിയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല സന്തോഷമാക്കി തന്ന ആ കുടുംബ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടണം. മൂന്നാമത്തെ ഒരു വലിയൊരു പോയിന്റ് പറയാൻ, ഭാര്യമാർ അവരുടെ കടമകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഭർത്താവിനെ ബഹുമാനിക്കണം. ഒരാളുടെ മുമ്പിലും എന്റെ ഭർത്താവല്ലേ അത് കേട്ട് ചിരിക്കുകയല്ല, അത് കേട്ട് ആനന്ദിക്കുകയല്ല. എന്ത് കുറവുള്ളതും എന്ത് കുറ്റമുള്ളതും അതില്ലാത്തത് ആരാളുള്ളത്? സ്വന്തം ഭർത്താവിന് ഒരാളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഭർത്താവിന്റെ മുമ്പിൽ എല്ലാ തരത്തിലുള്ള അനുസരണവും കാണിക്കണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, നമുക്കൊക്കെ ചിലപ്പോൾ സങ്കടം തോന്നും. ഭർത്താവ് ഒന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലാണ് ഭാര്യയുടെ ശബ്ദമുള്ളത്. നിങ്ങൾ ആലോചിച്ചു, എത്ര വലിയ ഒരു ധിക്കാരത്തിന്റെ ഒരു സ്വരമാണ്. ഒരിക്കലും അത് പാടില്ല ഉമ്മമാരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം ഭർത്താവിന്റെ ഉയരെ അതിന്റെ മുകളിൽ ഒരു ഭാര്യയുടെ ശബ്ദം ഉയരാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു സ്ത്രീ വിചാരിച്ചാൽ സ്വർഗ്ഗം നാടാൻ എത്ര എളുപ്പമാണെന്നറിയോ? ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നമസ്കരിക്കുന്ന ഒരു പെണ്ണ്, വസ്വാമത്ത് ശഹ്റഹ, അതായത് റമദാനിൽ നോമ്പെടുക്കുന്ന പെണ്ണ്, വഹഫിളത് ഫർജഹ, അവരുടെ ഗുഹ്യാവയവം സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ, വഅതാഅത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുന്ന, ഭർത്താവ് എന്ന് പറഞ്ഞാൽ മതി, പിന്നെ അവിടെ മറ്റൊരു വാക്കില്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരു പെണ്ണിനോട് അള്ളാഹു പറയുകയാണ് പരലോകത്ത്, സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്, ഏതിലൂടെയാണോ നീ വിചാരിക്കുന്നത് അതിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന മൂന്നാമത്തെ ഒരു കാര്യം, വിശ്വാസിനികൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഭാര്യയുടെ ശരീരം അത് ഭർത്താവിനുള്ളതാണ്. നമുക്കറിയാം, ഉമ്മയുടെ അടുക്കൽ പോയാൽ ഭക്ഷണം കിട്ടും, സഹോദരിയുടെ അടുക്കൽ പോയാൽ ഭക്ഷണം കിട്ടും. 24 മണിക്കൂറും തുറന്നു വെച്ച ഹോട്ടലുകളുണ്ട്. പക്ഷേ നമ്മളിൽ നിന്നും മാത്രം കിട്ടുന്നതാണ് നമ്മുടെ ശരീരം, അത് ഭർത്താവിനുള്ളതാണ്. നമ്മുടെ എല്ലാ അഴകുകളും എല്ലാ ഭംഗികളും അത് ഭർത്താവിനുള്ളതാണ്. ആ കാര്യത്തിൽ അവനെ തൃപ്തിപ്പെടുത്തണം എന്നുള്ളത് സഹോദരിമാരോട് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം കൂടി പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്ത് ഫുർഖാനിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഗുണങ്ങൾ നമുക്ക് ഒഴിവ് കിട്ടിയാൽ നമ്മൾ വായിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തെ ആയത്തുകൾ. അതിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അവന്റെ അടിയാന്മാരുടെ സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊരു പ്രാർത്ഥന പറയുന്നുണ്ട്. ഏതാ പ്രാർത്ഥന? നമുക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഇണകളിൽ അതേപോലെ തന്നെ മക്കളിൽ കൺകുളിർമയെ പ്രദാനം ചെയ്യണേ. ഭാര്യയെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുക, മക്കളെ കാണുമ്പോൾ മക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുക. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവണേ. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കി നിർത്തണേ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, 2 അറിയിപ്പുകൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, മാസത്തിലെ ഒരു വെള്ളിയാഴ്ച നമ്മൾ നമ്മുടെ പള്ളിയുടെ കളക്ഷന് വേണ്ടി നീക്കി വെക്കാറുണ്ട്. ആ ദിവസമാണ് എല്ലാവരും അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടി നന്നായി സ്വതക്ക നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അടുത്തുള്ള ദീനി പഠനം ആഴത്തിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് ജാമിയ അൽ ഹിന്ദ് ഇസ്ലാമിയ. അതിൻ്റെ വാർഷിക സമ്മേളനം ഈ ഞായറും തിങ്കളുമായിട്ട് നടക്കുകയാണ്. വലിയ വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു വലിയൊരു വിജ്ഞാന സദസ്സ് നടക്കുന്നുണ്ട്. അതിലും കഴിയുന്ന ആളുകൾ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ അടുത്തൊരു പ്രദേശത്ത് ഒരു നേർച്ച നടക്കുമ്പോൾ അവിടുത്തെ ആഘോഷത്തിന് മോടി കൂട്ടാൻ കൊണ്ടുവന്ന ഒരാന ആ നേർച്ചയിൽ ഒരാളെ തുമ്പിക്കൈയിൽ ചുറ്റിവരിഞ്ഞ് തൂക്കി നിൽക്കുന്ന ഒരു ചിത്രം വളരെ വേദനയോടുകൂടിയാണ് നമ്മളൊക്കെ കണ്ടത്. ഇതിവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാരണം, മുസ്ലിങ്ങളുടെ ആഘോഷമായ ഒരു നേർച്ചയിലാണ് അത് നടന്നിട്ടുള്ളത് എന്നാണ് ലോകം വിലയിരുത്തുന്നത്. ഹൈന്ദവ സഹോദരങ്ങൾ പൂരം നടത്തുന്നത് പോലെ
ക്രൈസ്തവ സഹോദരങ്ങൾ പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലെ ഇതര മതസ്ഥരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നേർച്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു ആഘോഷമാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്നത് പോലെ ഒരു നേർച്ചയുടെ ആഘോഷം ഇസ്ലാമിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാമിൽ നേർച്ചയുണ്ട്. എന്താ നേർച്ച എന്ന് പറഞ്ഞാൽ? അള്ളാഹു അനുവദനീയമാക്കിയ ഒരു കാര്യത്തെ നമ്മൾ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയും. ഉദാഹരണം, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പത് സുന്നത്താണ്, അനുവദിക്കപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ നിയ്യത്ത് വെക്കുകയാണ്, അള്ളാഹുവെ തിങ്കളാഴ്ചത്തെ നോമ്പ് ഞാൻ നേർച്ചയാക്കണം. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹുക്കം എന്താണ്? പിന്നീട് അത് സുന്നത്തല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട ഒരു ഹലാലായ ഒരു കാര്യം അത് ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നതിനാണ് ഇസ്ലാമിൽ നേർച്ച എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ളുഹർ നമസ്കരിക്കുമെന്ന് നേർച്ച നേരാൻ പറ്റില്ല. കാര്യം എന്താണ്? ളുഹർ നമസ്കാരം നിർബന്ധമാണ്. അത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമായിരിക്കണം. അത് ചെയ്യുമെന്ന് പറയുന്നത് അത് പിന്നെ നമ്മളെ മേൽ നിർബന്ധമായി തീർന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളിപ്പോ ഈ നാട്ടുകളിലൊക്കെ നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു നേർച്ചയാണോ? ഇങ്ങനെയുള്ള ഒരു അനുവദനീയമായ കാര്യത്തെ നിർബന്ധമാക്കുന്നതല്ല. പിന്നെയോ മതസ്ഥരായ ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. അപ്പൊ ഏറെക്കുറെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം അതിനോട് സാമ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ നേർച്ച നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരു കെട്ടി ഉയർത്തപ്പെട്ട ഒരു ഖബർ കാണാൻ കഴിയും. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്, യാ അലി ലാ തദഅന്ന ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഒരു ഉയർത്തപ്പെട്ട ഖബറിനെയും തട്ടി നിരപ്പാക്കാതെ നീ വിട്ടേക്കരുത്. ഇസ്ലാമിലെ ഖബറിന്റെ ഉയരം എന്ന് പറയുന്ന ഒരു ചാണാണ്. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഖബറിൽ നിന്നെടുക്കുന്ന മണ്ണ് മാത്രം അതിൽ നിക്ഷേപിക്കുന്നതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതാണ് ഖബറിന്റെ വലുപ്പം എന്നുള്ളത്. എന്നാൽ ഇന്ന് കാണുന്ന ആഘോഷങ്ങളുടെ ഏറ്റവും വലിയൊരു ചേരുവ എന്ന് പറയുന്നത് ഉയർത്തപ്പെട്ട ഖബറുകളാണ്. ആ ഖബറുകൾക്ക് മുമ്പിൽ ആളുകൾ വരുന്നു. എന്തിനാ വരുന്നത്? അവരുടെ ആഗ്രഹങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട്, സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. കുട്ടിയില്ലാത്ത ആളുകൾ, കച്ചവടം പൊളിഞ്ഞുപോയ ആളുകൾ, വിവാഹപ്രായമെത്തിയ ആളുകൾ, അതേപോലെ തന്നെ പല പല ആവശ്യങ്ങളുമായിട്ടാണ് ആളുകൾ വരുന്നത്. അവരവിടെ വന്നിട്ട് പണം കൊടുക്കുന്നു, മൃഗങ്ങളെ കൊടുക്കുന്നു, സാധന സാമഗ്രികൾ കൊടുക്കുന്നു. എന്നാൽ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ഇത് ചെയ്തു കൊടുക്കാൻ കഴിയൂ? അത് കഴിയില്ല. റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ. അങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു ഹറാമാക്കിയ, സ്വർഗം ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യമാണത്. എത്രമേൽ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ദീൻ എന്നുള്ള നിലക്ക് ഒരുപാട് സമ്പ്രദായങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൂടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത്, വിടവാങ്ങൽ പ്രസംഗത്തിന്റെ സമയത്ത് നൂറുകണക്കിന് സഹാബികളെ സാക്ഷി നിർത്തി പറഞ്ഞതാണ്, നിങ്ങൾ ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത്. ആരുടെ മേലിലും ബലാത്കാരം ചെലുത്താൻ പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ ഡ്യൂട്ടി. ആ ഒരു കടമയാണ്, ഒരു ബാധ്യതയാണ് ഇവിടെ നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ആവർത്തിച്ച് പറയാനുള്ളത്, ദീനിന്റെ എന്തൊക്കെ അവസരങ്ങൾ പഠിക്കാൻ കിട്ടുന്നുവോ അത് വളരെ കൃത്യമായി, വളരെ ആകാംക്ഷയോടുകൂടി, താല്പര്യത്തോടുകൂടി പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഇരു ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട്, മാറാവേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർ ഞങ്ങളുടെ മാതാപിതാക്കളാണ്, ജ്യേഷ്ഠ അനുജന്മാരാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അള്ളാഹുവെ, എല്ലാവർക്കും
മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على